അടുത്ത ടോപ്പിക്ക് ഫോംസ് ഓഫ് സ്ട്രക്ചറൽ വയലൻസ് ആണ്. അതായത് പീസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫോംസ് ഓഫ് സ്ട്രക്ചറൽ വയലൻസ്, അതായത് ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ. ഈ നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പീസ് എന്നാൽ എന്താണ്, പീസിൻ്റെ മീനിങ് എന്താണെന്ന്. നമ്മൾ മനസ്സിലാക്കിയ പീസ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് വാർ, മസാക്കർ, അട്രോസിറ്റീസ്, റൈറ്റ്സ് എന്ന് പറയുന്ന സാഹചര്യത്തെയാണ് നമ്മൾ പീസ് എന്ന് പറയുന്നത്. അപ്പോൾ വയലൻസ് എന്ന് പറയുന്ന സാധനം, അതായത് ഹിംസ എന്ന് പറയുന്ന സാധനം പീസിന് എതിരാണ്. അപ്പോൾ പീസുമായി ബന്ധപ്പെട്ട് എത്ര തരത്തിലുള്ള വയലൻസുകളാണ് നമുക്കുള്ളത്. വാർ ഒരു സമാധാനത്തിൻ്റെ ഒരു ഘടകമല്ലെങ്കിൽ, വാർ ഇല്ലെങ്കിൽ സമാധാനം അവിടെ ഉണ്ടാവുമെന്ന് പറയാൻ സാധിക്കില്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വാർ ഇല്ലെങ്കിൽ അതിനെ മറ്റേതൊക്കെ സ്ട്രക്ചറൽ ഘടനാപരമായിട്ടുള്ള ഏതൊക്കെ ഹിംസകളാണ് പീസിന് വിഘാതം സൃഷ്ടിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Violence emerges as a response to the inequalities and exploitation in certain societies. ചില സൊസൈറ്റികളിൽ ഉണ്ടാകുന്ന അസമത്വങ്ങളിലും ചൂഷണങ്ങളിൻ്റെയും ഒരു പ്രതികരണമായിട്ടാണ് വയലൻസ്, ഹിംസ ഉയർന്നു വരുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന എക്സ്പ്ലോയിറ്റേഷനും ഇനക്വാലിറ്റീസും കാസ്റ്റ് സിസ്റ്റം, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസ് എന്നിവയാണ്. സോഷ്യൽ ഡിസ്ക്രിമിനേഷനും കാസ്റ്റ് സിസ്റ്റവും ഇത്തരത്തിലുള്ള കോസസ് സഫറിങ്. ഈ സഫറിങ്സിലേക്ക് നയിക്കുന്ന ചില ഘടകങ്ങളാണ് കാസ്റ്റ് സിസ്റ്റവും സോഷ്യൽ ഡിസ്ക്രിമിനേഷനും. ഇത് ഇനിക്വാലിറ്റീസിനും എക്സ്പ്ലോയിറ്റേഷനും കാരണമാകുന്നു. അങ്ങനെ അതിന് റെസ്പോൺസായിട്ട് വയലൻസ് ഉയർന്നു വരുന്നു. ഇഫ് ഒപ്രസ്ഡ് ഗ്രൂപ്പ് ചലഞ്ചസ് ദിസ് സിസ്റ്റം ദാറ്റ് മേ ലീഡ് ടു കോൺഫ്ലിക്റ്റ്, സച്ച് വയലൻസ് ആർ കാൾഡ് സ്ട്രക്ചറൽ വയലൻസ്. വാട്ട് ഈസ് സ്ട്രക്ചറൽ വയലൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ഉത്തരം ഇതാണ്. ഇഫ് ഒപ്രസ്ഡ് ഗ്രൂപ്പ്സ് ചലഞ്ചസ് these systems that may lead to conflicts. അതായത് വയലൻസ് എമർജസ് ആസ് എ റെസ്പോൺസ് ടു ഇനിക്വാലിറ്റീസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻ സർട്ടൻ സൊസൈറ്റീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ കോസസ് സഫറിങ്സ്. ദീസ് സഫറിങ്സ് ആർ ചലഞ്ചഡ് ബൈ സർട്ടൻ ഗ്രൂപ്പ് ഓഫ് ഒപ്രസ്ഡ് പീപ്പിൾ. ഇപ്പോൾ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെയും സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെയും ഫലമായിട്ട് സഫർ ചെയ്യുന്ന ഗ്രൂപ്പുകൾ അതിനെ ചലഞ്ച് ചെയ്യുമ്പോൾ അത് കോൺഫ്ലിക്ട്സിലേക്ക് നയിക്കുന്നു. ഒരു വശത്ത് ഒപ്രസ് ചെയ്യപ്പെട്ടവരും മറുവശത്ത് ഒപ്രസേഴ്സും അടിച്ചമർത്തുന്നവരും നിൽക്കുമ്പോൾ ഗ്രൂപ്പും തമ്മിലുള്ള സംഘർഷം വയലൻസിലേക്ക് നയിക്കുന്നു. ഇതിനെയാണ് ഘടനാപരമായ ഹിംസ എന്ന് പറയുന്നത്. ഘടനാപരമായ ഹിംസയുടെ 5 രൂപങ്ങൾ, അതായത് ഫോംസ് ഓഫ് സ്ട്രക്ചറൽ വയലൻസ്. ദർ ആർ 5 ഫോംസ് ഓഫ് സ്ട്രക്ചറൽ വയലൻസ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണ് ഈ ഘടനാപരമായ ഹിംസ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയെ ഫോം ചെയ്യുന്ന പലതരത്തിലുള്ള ഘടകങ്ങളാണ് കാസ്റ്റ്, ക്ലാസ്, പാട്രിയാർക്കി, കമ്മ്യൂണലിസം ആൻഡ് റേസിസം ആൻഡ് കൊളോണിയലിസം. ഇത്തരത്തിലുള്ള 5 ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഏത് സൊസൈറ്റിയും രൂപീകരിക്കപ്പെടുന്നത്. ഇതിനെയാണ് സൊസൈറ്റിയുടെ ഘടന എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഘടനാപരമായിട്ടുണ്ടാകുന്ന ചില സംഘർഷങ്ങൾ, അപ്പോൾ ഘടനയ്ക്കുള്ളിൽ നടക്കുന്ന ഇപ്പോൾ നമുക്കറിയാം ഒരു ബിൽഡിംഗ് പണിയുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിന് താങ്ങി നിർത്തുന്നത് അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ഇഷ്ടിക, സിമൻറ്റ് എന്നുള്ള പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് അതിന് പ്രത്യേക തറക്കല്ലൊക്കെ ഇട്ട് അടിസ്ഥാനം തൊട്ട് ഭിത്തി, അതായത് വാള്, മേൽക്കൂര എല്ലാം ഘടനാപരമായിട്ട് ശരിയായിരിക്കണം. അപ്പോൾ ഈ ഘടനകളിൽ ഏതെങ്കിലും ഘടനകൾക്കുണ്ടാകുന്ന സംഘർഷങ്ങൾ അത് ഭിത്തി മൊത്തം ഇടിഞ്ഞ് വീഴാൻ ആ വീട് മൊത്തം കൊളാപ്സിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തെ താങ്ങി നിർത്തുന്ന സമൂഹത്തിൻ്റെ ഭാഗമായ ഇത്തരം ഘടനാപരമായിട്ടുള്ള സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളെയാണ് ഘടനാപരമായ ഹിംസ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫോംസ് ഓഫ് ഹിംസ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ വയലൻസ് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ഹൈറാർക്കിയാണ്. സർട്ടൻ സെറ്റ് ഓഫ് പീപ്പിൾ ആർ കൺസിഡേർഡ് ആസ് അൺടച്ചബിൾസ്. ദേ വെയർ സബ്ജക്ട് ടു എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് social isolation until it was prohibited by law. India have been witnessed high atrocities based on caste system. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജാതി മറ്റു ജാതിയെ കാണാൻ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ അവയെ അൺടച്ചബിളായിട്ട് കാണുന്ന, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയിട്ടുള്ളവ നമ്മുടെ 20-ാം നൂറ്റാണ്ടിന് മുമ്പ് നിന്നിരുന്നു എന്നറിയാം. ഇന്ത്യയിലൊക്കെ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നിലനിന്നിരുന്ന ഒരു സംവിധാനമായിരുന്നു. അതിൻ്റെ കാസ്റ്റ് സിസ്റ്റം വഴി ചില ആളുകളെ അധസ്ഥിതരായിട്ട് കാണുകയും ചില ആളുകൾ ഉയർന്ന ജാതിക്കാരായിട്ട് കാണുകയും ചെയ്യുന്ന ഫലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ, കാസ്റ്റ് ഹൈറാർക്കിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഹിംസ.
ഇന്ത്യയിലെ ഇത് അട്രോസിറ്റീസ് ആൻഡ് കാസ്റ്റിനെ ബേസ്ഡുള്ള അട്രോസിറ്റീസ് വളരെ കൂടുതൽ നിലയിലാണുള്ളത്. നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലെല്ലാം കാസ്റ്റ് ഒരു വലിയൊരു ഘടകമായിട്ടാണ് മാറിയിട്ടുണ്ട് ഈ വയലൻസിൻ്റെ. കാസ്റ്റ് ഹൈറാർക്കിക്ക് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് ഡിസ്പാരിറ്റിയാണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഡെവലപ്പിംഗ് കൺട്രീസിലെ ക്ലാസ് എന്ന് പറയുന്നത് ഇൻ എ വർക്ക് പ്ലേസ് majority of laborers are exploited with lower wages and deprived conditions. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിലിടങ്ങളിൽ കാണുന്ന ഒരു സംവിധാനമാണ്. പ്രത്യേകിച്ച് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിവിധ തട്ടുകളായി തിരിക്കുന്നതിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ഒപ്രഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തൊഴിലിടങ്ങളിലാണ്. ഉയർന്ന ജോലി വേതനം പറ്റുന്ന ആളുകൾ, മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു. അതൊരു ക്ലാസ് ഡിസ്പാരിറ്റിക്ക് കാരണമാകുന്നു. അതിന് എതിരായിട്ടാണ് നമുക്ക് ക്ലാസ് കോൺഫ്ലിക്റ്റ് കാർൽ മാർക്സ് കൊണ്ടുവന്നത്. അതിന് ഫലമായിട്ടാണ് നമുക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് ഇൻ ദി സർക്കംസ്റ്റാൻസസ് ദർ എക്സിസ്റ്റ് എ ഗ്യാപ്പ് ഇൻ ടേംസ് ഓഫ് വേജ് ആൻഡ് സ്റ്റാറ്റസ് ദാറ്റ് കോസസ് ഓപ്പറേഷൻ. പദവിയിൽ ഉയർന്നു നിൽക്കുന്നവർ പദവിയിൽ താഴ്ന്നു നിൽക്കുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഉയർന്ന വേതനം മേടിക്കുന്നവർ താഴ്ന്ന വേതനം മേടിക്കുന്നവരായിട്ടുള്ള അവഗണന, ഇതങ്ങനെയുള്ള ഒപ്രഷൻസ് വയലൻസിന് കാരണമാകുന്നു. അതിനെ മറ്റൊരു സ്ട്രക്ചറൽ വയലൻസ് എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാട്രിയാർക്കിക സംവിധാനം. പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? പാട്രിയാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാട്രിയാർക്കി ഈസ് റിലേറ്റഡ് ടു ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്. അതായത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പുരുഷന്മാർ സ്ത്രീകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഒരു കൺസെപ്റ്റ്. പാട്രിയാർക്കി a society is called patriarchic means there exists a system of domination of male over female in terms of their wage, status, positions, power. There are no equalities. Males are dominated. That is the reason why there are number of sufferings have been experienced by males to females. Females are oppressed. അങ്ങനെ ഒപ്രസ് ചെയ്യപ്പെട്ട വിഭാഗമായിട്ട് സ്ത്രീകൾ മാറുമ്പോൾ അവിടെ സംഘർഷം ഉണ്ടാകുന്നു, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നു. അപ്പം വുമൻ ആർ സബ്ജക്റ്റഡ് ടു ബി സബോർഡിനേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫലമായിട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഫീമെയിൽ ഫെറ്റിസൈഡ്, അബോർഷൻസ്. സ്ത്രീകൾ പെൺകുട്ടികളാണ് ഉണ്ടാകാൻ പോകുന്നത്, അവരെ അബോർഷൻ ചെയ്ത് കളയുക. അതുപോലെ തന്നെ ചൈൽഡ് മാരേജ്, ഡിനയൽ ഓഫ് എഡ്യൂക്കേഷൻ ടു ദ ഗേൾ ചൈൽഡ്, അണ്ടർ നൗറിഷ്മെൻറ്റ് ഓഫ് ദ ഗേൾ ചൈൽഡ്, ഡാവറി സിസ്റ്റം, സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വുമൺ ഇൻ വർക്ക് പ്ലേസ്, റേപ്പ് തുടങ്ങിയിട്ടുള്ള വളരെ വലിയ കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കെതിരെ ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ നടക്കുന്നതിനെയാണ് പാട്രിയാർക്കിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. പാട്രിയാർക്കിക്കൽ സിസ്റ്റം പ്രധാനമായിട്ടും ഒരു സ്ട്രക്ചറൽ ഫോം ഓഫ് സ്ട്രക്ചറൽ വയലൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലോവർ സെക്സ്ട്രേഷൻ ഇൻ ഇന്ത്യ ഷോസ് ദാറ്റ് പാട്രിയാർക്കിക്കൽ നേച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഒരു പാട്രിയാർക്കിക്കൽ നേച്ചറാണ് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സമൂഹത്തെ ഉദ്ദേശിച്ചിട്ടാണ് അത് പറയുന്നത്. കാരണം കേരളത്തിൽ സെക്സ് റേഷ്യോ സ്ത്രീകൾക്കാണ് കൂടുതൽ. സെക്സ് റേഷ്യോ ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയാൻ നമുക്ക് കഴിയില്ലെങ്കിലും ഇന്ത്യയുടെ പൊതുസ്വഭാവം ഒരു പാട്രിയാർക്കിക്കൽ നേച്ചറാണെന്ന് പറയുന്നു. കൊളോണിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയ കൺസെപ്റ്റാണ്. കാരണം കൊളോണിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓൾറെഡി ഉണ്ട്. പക്ഷേ നിയോ കൊളോണിയലിസം എന്ന പേരിലാണ് ഇപ്പോൾ ഈ കൺസെപ്റ്റ് അറിയപ്പെടുന്നത്. കാരണം ഇന്നത്തെ നമ്മുടെ പണ്ട് കാലങ്ങളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ കുറേ സാമന്ത രാജ്യങ്ങൾ അവയെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് കൊളോണിയലിസം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം മറ്റൊരു രാജ്യത്തെ നേരിട്ട് ചൂഷണം ചെയ്യുന്നു. ഇന്ന് നേരിട്ടുള്ള ചൂഷണമല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് നിയോ കൊളോണിയലിസം. പിന്നെ കുത്തകവൽക്കരണം എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. അതിന് ഫലമായിട്ട് ഡെവലപ്ഡ് കൺട്രീസ് എക്സ്പ്ലോയിറ്റിംഗ് ദ എക്കണോമിക് റിസോഴ്സസ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ആഫ്രിക്കയിലെല്ലാം പോയിട്ട് വിദേശ ഡെവലപ്ഡ് കൺട്രീസ്, യൂറോപ്യൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അവിടെ പോയിട്ട് ഖനനം നടത്തി അവിടെയുള്ള തൊഴിലാളികളെ ചൂഷണം ചെയ്ത് അവിടെ നിന്ന് ചെറിയ ബേസിക് റോ മെറ്റീരിയൽ മേടിച്ച് അവയെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനം. അതിൻ്റെ ഫലമായിട്ട് മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഉയർന്നു വരവ് നമുക്കറിയാം. പെപ്സി, കൊക്കക്കോള, വേദാന്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമ്പനീസ് വരിക. അവസാനം ചില രാജ്യങ്ങളിലെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഇപ്പോൾ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്ത് അവയുടെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷം, അതിനെയാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്.
കൊളോണിയലിസത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു സ്ട്രക്ചറൽ ഫോം ഓഫ് വയലൻസ് ആണ് കമ്മ്യൂണലിസം ആൻഡ് റേസിസം. വർഗീയതയും വംശീയതയും വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്ട്രക്ചറൽ ഫോം ഓഫ് സ്ട്രക്ചറൽ വയലൻസ് ആണ്. കമ്മ്യൂണിറ്റി ഓർ റേസ് ആർ സബ്ജക്റ്റ് ടു ബി ഒപ്രസ്ഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ് ഈസ് നോൺ ആസ് കമ്മ്യൂണലിസം ആൻഡ് റേസിസം. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു റേസ് മറ്റൊരു റേസിനെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയാൽ അടിച്ചമർത്തപ്പെടുന്ന സാഹചര്യത്തിനെയാണ് നമ്മൾ കമ്മ്യൂണലിസം ആൻഡ് റേസിസം എന്ന് പറയുന്നത്. റേസിസ്റ്റായിട്ടുള്ള അത് ലോക സമാധാനത്തിൻ്റെ ഭീഷണിയാണ്. കാരണം ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് നിന്ന് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെയാണ് റേസിസ്റ്റ് ഭീഷണി നേരിടുന്നത്. പല സംഘർഷങ്ങൾക്കും അത് കാരണമാകാറുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ ആര്യൻ ഡൊമിനേഷൻ ലെഡ് ടു ദ ജൂ ഹോളോകോസ്റ്റ്, സ്ലേവറി ഇൻ USA അണ്ടിൽ 1855, അപ്പാർത്തൈഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. അതുപോലെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പരാതിയുണ്ട്. ഇത് ഒരു കമ്മ്യൂണലിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതാണ് നമ്മൾ എത്രയും പഠിക്കാനുള്ളത്.